അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റസിയും ഉമ്മയും പാർക്കിലേക്ക് കടന്നു വന്നു. എന്നാൽ മുസ്തഫ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, വണ്ടി പാർക്ക് ചെയ്യാൻ പോയ ഷാമിലിനെ കാത്തുകൊണ്ട്. ഒരിക്കൽ പോലും അവർ രണ്ടും തമ്മിൽ കണ്ടുമുട്ടിയില്ല. അല്ലെങ്കിലും മുസ്തഫയുടെ മനസ്സിൽ അതെ, എന്റെ റസിയ അവൾ മറ്റൊരാളുടെ ഭാര്യയാണ്. ഇപ്പോൾ മറ്റൊരുത്തന്റെ ഭാര്യയായിട്ട് അവൾ അയാളുടെ മക്കളെയും പോറ്റി ജീവിക്കുന്നുണ്ടാകും. അല്ലാതെ ഒരിക്കൽ പോലും അവൾ ഇനി എനിക്ക് കിട്ടില്ല. പക്ഷെ റസിയ, നീ ജീവിച്ചോ ഇഷ്ടം പോലെ സന്തോഷത്തോടെ കൂടെ നിന്റെ ഭർത്താവിന്റെ കൂടെ. ഒരിക്കൽ പോലും നീ എന്നെ ഓർക്കരുത്. പക്ഷേ പെണ്ണെ, എനിക്ക് നിന്നെ ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ലടി. എന്റെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വന്ന ആ മുഖം അത് നിന്റേതായിരുന്നു. എന്താണെന്നറിയില്ല, ഞാനൊരു കൂലിപ്പണിക്കാരനായ പാവപ്പെട്ടവനായി പോയില്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും നിന്നെ കിട്ടിയില്ല. അത് നിന്റെ വീട്ടുകാർക്ക് പണവും പ്രതാപവും ഉള്ളവരെയായിരുന്നു ഇഷ്ടം. കൂലിപ്പണിക്കാരനായ എനിക്ക്, കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന എനിക്ക്, പൈസ വാങ്ങുന്ന എനിക്ക് എങ്ങനെ പെണ്ണ് കിട്ടാൻ? അല്ലെങ്കിലും ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല പെണ്ണെ. എൻ്റെ ജീവിതം ഇനി ഇങ്ങനെ എൻ്റെ ഉമ്മയെ നോക്കി എൻ്റെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതാണ് എൻ്റെ ആഗ്രഹവും. അവൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഷാമിൽ വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ചു വരുന്നു. മുത്തുക്ക, എന്തായാലും നമ്മള് ഈ പാർക്കിലേക്ക് വന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. അത് എന്താ ഷാമിൽ നീ പറഞ്ഞത്? അതൊക്കെയുണ്ട്, അതെനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം. അല്ല, നമുക്കിവിടെ കുറച്ച് സമയം ഒന്ന് സംസാരിച്ച് ഇരിക്കാം അല്ലേ? എന്നാൽ ഈ സമയം അതാ ഷാമിൽ റസിയയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഹലോ, പിന്നെ എവിടെയാണ്? ഞങ്ങളിവിടെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളെവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് പറയാമോ? ജസ്റ്റ് ലൊക്കേഷൻ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ. ആ, ഞങ്ങളിവിടെ പാർക്കിൽ തന്നെയുണ്ട്. അതെ, ആ ഈത്തപ്പഴ മരത്തിൻ്റെ ചോട്ടിലായിട്ട് ഞങ്ങളവിടെ ഇരിക്കുന്നുണ്ട്. എന്ത് ഷാമിൽ, ഷാമിലിന് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടെങ്കിൽ. എന്നാൽ ഉമ്മ കുറച്ചപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ നിസ്കരിക്കുവാനുള്ള സൗകര്യവും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് ഉമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവൾ അവിടെ ഒറ്റക്കായിരുന്നു. പെട്ടെന്ന് ഷാമിൽ അതാ അങ്ങോട്ട് നടന്നു വരുന്നു. എന്നാൽ ഷാമിലിനെ കണ്ടപ്പോൾ റസിയ എഴുന്നേറ്റ് നിന്നു. ഒരു നിമിഷം അവൾക്കല്പം ഭയം തോന്നി. എന്നാൽ തൻ്റെ ഇത്താത്തയുടെ അതേ രീതിയിലാണ് അവൻ അവളെ കാണാൻ പോയത്. ആ ഇത്ത, ആ ഷാമിൽ, എന്തിനെന്നോട് വരാൻ പറഞ്ഞത് ഇങ്ങോട്ട്? കൂടെ ആരുള്ളത്? അത് എൻ്റെ ഉമ്മയുണ്ട്. ഉമ്മ അങ്ങോട്ട് നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. ഓ അങ്ങനെ. ഷാമിൽ, എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് പറയോ എന്നോട്? പിന്നെ മറ്റേ കാര്യം, എൻ്റെ എളാമ പറഞ്ഞ കാര്യമാണെങ്കിൽ എനിക്കൊട്ടും അതിന് താല്പര്യമില്ല കേട്ടോ. ഒരാളുടെയും ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്കൊക്കെ ചെറിയ പെൺകുട്ടികളെ കിട്ടും. എന്നെപ്പോലത്തെ 28 വയസ്സുള്ള പെണ്ണിനെയൊക്കെ വിവാഹം കഴിക്കാന്നൊക്കെ വെച്ചാൽ എനിക്കത് ഒട്ടും അതിനോട് താല്പര്യമില്ല. എന്തിനാണ്? നിങ്ങൾക്കൊക്കെ നല്ല ചെറിയ മക്കളെ കിട്ടുമല്ലോ. നിന്റെ ഇത്താത്തയുടെ സ്ഥാനത്ത് എന്നെ കണ്ടാൽ മതി നീയെ. ശരിക്കും ഷാമിൽ അത് പറഞ്ഞപ്പോൾ ഇത്ത അങ്ങനെ പറയില്ലേ. എന്താ, ഇത്തയെ കല്യാണം കഴിക്കാനേ പറ്റൂലേ? ഷാമിൽ, സത്യമായിട്ടും അത് ഒരിക്കലും ഞാൻ നിങ്ങളോട് ചെയ്യുന്നൊരു ചതിയായിരിക്കും അത്. ഞാനത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എനിക്കതിന് കഴിയില്ല. മതിയടാ മോനെ, സത്യമായിട്ടും എൻ്റെ ജീവിതം എനിക്കാകെ വെറുത്തു പോയതാണ്. കാരണം എന്നെ വിവാഹം കഴിച്ചിരുന്നു. ഇനി ആവില്ലടാ. ഒരുപാട് ഞാൻ ത്യാഗം സഹിച്ചതാണ്. ഇനി എന്നെക്കൊണ്ട് കഴിയില്ല. ഒറ്റത്തടിയായി ജീവിക്കണം. പറ്റുമെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒരു ജോലിക്ക് പോകണം. അതിന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീട്ടിൽ സാമ്പത്തിക നിലയൊക്കെ നോക്കുകയാണെങ്കിൽ മോശമാണ്. അപ്പം ഞാൻ കരുതും എങ്ങോട്ടെങ്കിലും ഒന്ന് ജോലിക്ക് പോയിരുന്നെങ്കിൽ. അത് അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് ജോലിയാണ് അത്? ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ, അറബ് നാട്ടിലേക്ക് ഒരു ജോലിയൊക്കെ അവിടെ ശരിയായി കിട്ടിയാൽ അറബി വീട്ടിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം. അവിടെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. ജോലിയൊക്കെ കിച്ചൺ വർക്ക് ആയാലും ക്ലീനിങ് ആയാലും അതൊക്കെ ചെയ്ത് അവിടെ നിസ്കാരവും ദുആയും നോമ്പ് പിടിക്കലൊക്കെ ആയിട്ട് നിൽക്കാം. അങ്ങനെ ചില അറബി വീടുകളുണ്ടത്രേ. അവർക്ക് നല്ല സപ്പോർട്ടായിരിക്കും. കുറച്ച് ജോലിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ലഭിക്കും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അപ്പം ഞാനിങ്ങനെ ആഗ്രഹിക്കും, പഠിച്ചോനെ ഇവിടെ ഇങ്ങനെ നിൽക്കണക്കാലം നല്ലത് വിദേശത്ത് പോയാൽ അതായിരിക്കും നല്ലത് എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ എൻ്റെ ഉമ്മയെ നോക്കണം, അതിനുള്ള ക്യാഷ് ഉണ്ടാക്കണം, അതൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ ഒന്നും നടക്കൂല. സത്യമായിട്ടും ഞാനൊരു വിവാഹത്തിന് ഇപ്പോൾ ആലോചിക്കുന്നില്ല. പക്ഷേ എൻ്റെ എളാമയാണ് എന്നെ നിർബന്ധിക്കുന്നത് ഓരോന്നും പറഞ്ഞിട്ട്. സത്യമായിട്ടും ഒരാൾക്കൊരു അധികപ്പറ്റായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ പുതിയ ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. ശരിയാണ്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണത്. പക്ഷേ ഞാൻ അവളെ കൊണ്ടുപോകണം ആദ്യം, അതാണ് വേണ്ടത്. അതെ, എൻ്റെ അറബിച്ചിയുടെ വീട്ടിലേക്ക് ഒരു ഗദ്ദാമ, ആ ഒരു ഗദ്ദാമ എന്നുള്ള രീതിയിൽ ഞാൻ അവളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിരിക്കും. പക്ഷേ എളാമയോട് എങ്ങനെ പറയും എന്നുള്ളതാണ്. എളാമ സമ്മതിക്കൂലല്ലോ, എന്ത് ചെയ്യാൻ. പക്ഷേ എൻ്റെ ഉപ്പയുടെ കാര്യം അതെനിക്ക് ആദ്യം റാഹത്താക്കണം. ഉപ്പയെ ഏറ്റവും സേഫ്റ്റി ഉള്ളൊരിടത്ത് അതെ ആക്കണം. എന്നാൽ അതെ, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവനെ അവിടെ കാത്തിരിക്കുന്നു. ഞാനൊരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നത്. എന്നാൽ ഈ സമയം അവൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു. അതെ, മുത്തുക്ക. ഹലോ, എവിടെടാ, എവിടെ നീയ്? ഞാൻ കുറച്ച് ഇപ്പുറത്തുണ്ട്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ വേണ്ടിയിട്ട്. ഓ അങ്ങനെ, നിനക്ക് കൂട്ടുകാരിയൊക്കെ ഉണ്ടല്ലേ? അതെ, എൻ്റെ കൂട്ടുകാരി അത് ശരിക്കും എൻ്റെ മുത്തുക്ക കണ്ടാൽ അത്ഭുതപ്പെടുത്തുന്ന കൂട്ടുകാരിയാണ്. ഞാൻ അത്ഭുതപ്പെടുത്തി, എന്തൊക്കെയാണ് നീ പറയുന്നത്? അതേ മുത്തുക്ക, തീർച്ചയായും അത് അത്ഭുതപ്പെടുത്തും നിങ്ങളെ, തീർച്ചയായും ഉറപ്പുണ്ട്. എടാ, നീ എന്തൊക്കെയാ പറയുന്നത്? സത്യമായിട്ടും അതങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ ഇങ്ങ് വാ. അതെ, വിവിധ വർണ്ണങ്ങളിലുള്ള ആ ഈത്തപ്പഴ ചെടികൾ ലൈറ്റുകൾ ഘടിപ്പിച്ച ആ ഭാഗത്തേക്ക് നീ വാ. ഒരു വൈറ്റ് കാറുണ്ട്, ആ ഒരു ഭാഗത്തേക്ക് നീ ഇങ്ങോട്ട് വാ. ആ, ഞാനിപ്പോൾ വരാടാ. അങ്ങനെ അത് ലക്ഷ്യമാക്കി മുസ്തഫ നടന്നു നീങ്ങുന്നു. അതെ, ഷാമിൽ അത് നോക്കുന്നു. എവിടെയായിരിക്കും ഇവൻ? എന്നാൽ ഒരു നിമിഷം റസിയോട് പറഞ്ഞു, റസിയ, നീ ഒരിക്കലും ഇനി വിവാഹത്തിന് ആഗ്രഹിക്കുന്നില്ലേ? ഇല്ല ഷാമിൽ, ഒരിക്കലും ഞാനതിന് ആഗ്രഹിക്കുന്നേ ഇല്ല. ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഞാൻ. പക്ഷേ വിവാഹം എന്നുള്ള കാര്യം ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. എനിക്കിഷ്ടമല്ലത്. അതെന്താ അങ്ങനെ? ഷാമിൽ, എന്നെ സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു, എന്നെ ആഗ്രഹിച്ച ഒരാളുണ്ടായിരുന്നു. എന്തുകൊണ്ടും ഞാനായിരുന്നു അവൻ്റെ മനസ്സിൽ. പക്ഷേ അവൻ എൻ്റെ വീട്ടുകാരിറക്കി വിട്ടതാണ്. എനിക്ക് ആ വേദന എൻ്റെ മനസ്സിൽ നിന്ന് എപ്പോഴും മാഞ്ഞിട്ടില്ല. എന്നോടൊരു വാക്ക് ചോദിക്കാതെയാണ് വിവാഹത്തിന് അവരെന്നെ നിർബന്ധിച്ചത്. സത്യമായിട്ടും. പക്ഷെ എൻ്റെ മനസ്സ് അത്യധികം വേദനയായിരുന്നു. എൻ്റെ മനസ്സിലൊരാളുണ്ടായിരുന്നു ഷാമിൽ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർക്കുന്നില്ല. ആ ഷാമിൽ അതെനിക്ക് അങ്ങേയറ്റം വളരെയധികം ഇഷ്ടമുള്ള ആളായിരുന്നു. എന്ത് ചെയ്യാൻ, ജോലി അത് പോരായ്മയാണത്രേ. കൂലിപ്പണിക്കാർക്ക് എന്താ പെണ്ണില്ലേ? അവർക്കെന്താ പെണ്ണ് കിട്ടൂലേ? അതെ, അവളുടെ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷാമിൽ ശരിക്കും ഞെട്ടിപ്പോയി. റസിയ, നീ വിഷമിക്കണ്ട. അതെ, കൂലിപ്പണിക്കാർക്കും പെണ്ണ് കിട്ടും. പക്ഷേ ജോലിയല്ല നോക്കേണ്ടത്, അവരുടെ മനസ്സാണ്. മനസ്സിൽ അങ്ങേയറ്റം സ്നേഹമുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം അവർ ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുതന്നെ നടത്തണം. അല്ലാതെ ഒരിക്കൽ പോലും അവരെ പരസ്പരം പിടിച്ച് പറിച്ച് വേണ്ടാത്ത രീതിയിൽ അവരെ മനസ്സിലെ വിഷമം കൊടുത്ത് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അത് വിജയിക്കൂല ഷാമിൽ, അത് വിജയിക്കൂല. അതെ, മനസ്സിലൊരാളെ മുഖമുണ്ടെങ്കിൽ മറ്റൊരു ഹൃദയത്തെ അതിലേക്ക് ചേർക്കാൻ കഴിയില്ല. സത്യമായിട്ടും അതുപോലെ എൻ്റെ ജീവിതം അങ്ങ് ആയി തീർന്നു. അതെ, അവനൊരു ദുഷ്ടനായിരുന്നു. ഒരുപാട് ഉപദ്രവിച്ചു, ഒരുപാട് ഉപദ്രവം സഹിച്ചു. ഇനി ആവില്ല, ഇനി ഒരിക്കൽ പോലും കഴിയില്ല എനിക്ക് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു പോലുള്ള. സത്യം ഷാമിൽ. റസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ ശ്രദ്ധിച്ചു. സാരമില്ല, അതല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ വിവാഹിതയല്ലാത്ത കാര്യം, നീ ആ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് പോന്ന കാര്യം അറിയുമോ നിന്റെ മുസ്തഫയ്ക്ക്? എങ്ങനെ അറിയാൻ? ഞാൻ വിവാഹം കഴിച്ച് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നു എന്ന് കരുതി നിൽക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ വേറെ പെണ്ണ് കെട്ടി അവന് സുഖമായി ജീവിക്കുന്നുണ്ടാകും. പെണ്ണ് കെട്ടി മക്കളൊക്കെ ആയിട്ട്
അവൻ്റെ ജീവിതം സുഖകരമാകട്ടെ. ഞങ്ങൾക്ക് ഏതായാലും ഒരുമിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ നഷ്ടപ്പെട്ടും ചെയ്തു. അവൻ ജീവിച്ചോട്ടെ. നല്ലൊരു മനുഷ്യനായിരുന്നു. അതെ, വളരെയധികം സ്നേഹം തന്ന ആളായിരുന്നു. എന്ത് ചെയ്യാൻ, എൻ്റെ വീട്ടുകാരായിട്ടാണ് അടിച്ച് പുറത്താക്കിയത്. അതുമാത്രമല്ല, ആരൊക്കെയോ വിളിച്ച് അത് കൊട്ടേഷൻ കൊടുത്ത് തല്ലി ചതച്ചിരുന്നു. ഇനി ഒരിക്കലും അവളുടെ പിന്നാലെ വന്ന് ശല്യം ചെയ്യരുത്. നീ ഒരിക്കലും ഞങ്ങൾക്ക് യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാവം എന്ത് ചെയ്യാൻ. ഒരിക്കലും ഓൻ ജീവിച്ചോട്ടെ നല്ല രീതിയിൽ. അവൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ അവൻ ജീവിച്ചോട്ടെ. അവന് വേണ്ടി ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചൊരു മനുഷ്യനായിരുന്നു. ഒരിക്കൽ പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്താ ചെയ്യാം. ഒരാണും പെണ്ണും തമ്മിൽ ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നത് ആരൊക്കെ തന്നെ വിചാരിച്ചാലും മനസ്സിനുള്ളിൽ ആ സ്നേഹം അങ്ങോട്ട് വിട്ടു പോവില്ലല്ലോ. അത് മനസ്സിലങ്ങനെ ഒരു കനലായി. ഷാമിൽ ഇന്നും എരിയുന്നുണ്ട്. ഷാമിലിനോട് ഇതൊന്നും ഒരിക്കലും ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എന്നും ഞാൻ അവനക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഷാമിലിന് വല്ലാത്തൊരു സന്തോഷമായി. ഷാമിലിൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം. അതെ, അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ രണ്ടുപേരുടെയും ഒരു കൂടിക്കാഴ്ച. അതിനൊരു ചാൻസ് ഒരുക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അവരെ ഒരു പക്ഷേ ഒന്നിപ്പിക്കാൻ കഴിയില്ലെങ്കിലും ഒന്ന് കാണുകയെങ്കിലും ചെയ്യാലോ. കാരണം റസിയുടെ മനസ്സിലെ അവസ്ഥ ഞാൻ അറിഞ്ഞു. റസിയ ആഗ്രഹിക്കുന്നു ഇപ്പോഴും അവർ ജീവിച്ചോട്ടെ നല്ല രീതിയിൽ. അവനെങ്കിലും കുടുംബജീവിതം ഉണ്ടാകട്ടെ. എൻ്റെ ജീവിതം ഏതായാലും ഇങ്ങനെയായിപ്പോയി എന്നുള്ള രീതിയിലാണ് അവൻ ആഗ്രഹിക്കുന്നത്. നേരെ തിരിച്ചും അങ്ങനെ തന്നെ രണ്ടുപേരും അതാണ് ആഗ്രഹിക്കുന്നത്. ഷാമിലിന് നല്ലൊരു സർപ്രൈസ് കൊടുക്കുവാൻ വേണ്ടി അവിടെ പറ്റുന്നു. എന്നാൽ ഷാമിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്ത് ആ ടേബിളിനടുത്തേക്ക് വെക്കുന്നു. നല്ല സ്പെഷ്യൽ ഫുഡ് ഷാമിൽ റസിയുടെ മുമ്പിലായി അത് കൊണ്ടുവന്ന് വെച്ചു. ഷാമിൽ ഇതൊക്കെ? അതെ റസിയ കഴിക്ക്. അല്ലാ, അത് വേണ്ട, ഇത്രയധികം. എൻ്റെ ഉമ്മാക്കുള്ളത് വാങ്ങാം. പക്ഷെ അതിനു മുമ്പായിട്ട് റസിയ തൽപ്പം കഴിക്ക് കേട്ടോ. ഉമ്മ വന്നില്ലല്ലോ? ഇല്ല, എനിക്കിന്ന് ഇപ്പം വേണ്ട. എന്നാലും ഇരിക്കൂ. ഒരു നിമിഷം റസിയ അവൻ്റെ സ്നേഹത്തിന് മുമ്പിൽ തൻ്റെ ഒരു ആങ്ങളക്കുട്ടിയുടെ പോലെയാണ് തോന്നിയത്. മോനെ ഷാമിൽ, എൻ്റെ അനിയനെ പോലെ കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. ഷാമിൽ, ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ സ്വന്തമാക്കണം കേട്ടോ. അവളെ പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. സത്യമായിട്ടും നീ പറഞ്ഞിരുന്നല്ലോ അങ്ങനെയൊരു ബന്ധമുണ്ടെന്ന്, ഒരു ആഗ്രഹമുണ്ടെന്ന്. തീർച്ചയായും അവളെ വിവാഹം കഴിക്കണം. അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയായിരിക്കും അത് കേട്ടോ. ജീവിതം എന്ന് വെച്ചാൽ അതൊന്നല്ലേ ഉള്ളൂ. ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിതം, അതല്ലേ എല്ലാവരും ആഗ്രഹിക്കുക. ഇൻഷാ അല്ലാ, തീർച്ചയായും എനിക്ക് ആഗ്രഹമുണ്ട്. അത് എനിക്ക് വേണ്ടി ബുഷി അവിടെ കാത്തിരിക്കും. എനിക്ക് നന്നായിട്ടറിയാം. സത്യമായിട്ടും ദുആ ചെയ്യണം ഷാമിൽ. തീർച്ചയായും ഇത്താത്ത നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഒരു പൊന്നാങ്ങളയോടെന്ന പോലെയാണ് അവനത് പറഞ്ഞത്. എന്നാൽ ഇത്ത, ഞാൻ ഇപ്പോൾ വരാട്ടോ. ഷാമിൽ പോകുകയാണോ? അല്ല, ഞാൻ ഇപ്പോൾ വരാം. അങ്ങനെ അതാ മുസ്തഫ വരുന്നുണ്ട്. മുസ്തഫ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഷാമിൽ, നീ എവിടെ? വീണ്ടും വിളിച്ചു. ഇത് ഞാനിവിടെയുണ്ട്, വരൂ. അങ്ങനെ അതാ അവർ രണ്ടുപേരും നേരെ നടക്കുന്നു. റസിയക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്ത ആ ഒരു ടേബിളിനടുത്തേക്ക് അതാ അവൻ വരുന്നു. ഷാമിൽ, എങ്ങോട്ടാ? അത് നീ അവിടെ പോയിരിക്കുക. എവിടെ? അതാ ആ പെണ്ണ് അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഒരു പെണ്ണ് അതാ ആ ടേബിളിൻ്റെ അപ്പുറത്തേക്ക് പോയിരിക്കുക. എന്താ എൻ്റെ പൊന്നു ഷാമിൽ ഈ പറയണത്? ആ അന്യ പെണ്ണിൻ്റെ അടുത്ത് ഞാൻ പോയിരിക്കേ? ശരിയാണ്, അന്യ പെണ്ണായിരിക്കാം. പക്ഷെ വേറെ സീറ്റില്ല. ഞാനും വരാം. എന്താടാ, നീയും വാ, ഞാൻ ഒറ്റക്ക് പോവില്ല. നീ ചെല്ലങ്ങോട്ട്. എന്താടാ, അല്ലെങ്കിൽ എനിക്ക് പേടിയാടാ. പെണ്ണുങ്ങളായിട്ടുള്ള ഒരു ബന്ധത്തിന് ഞാനില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിരുന്നെന്ന്. അവൾ എനിക്ക് അവർ തന്നില്ല. എന്നെ തല്ലി ചതക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ശേഷം ഒരു പെണ്ണിനെ ഞാൻ നോക്കിയിട്ടുമില്ല. ഒരു പെണ്ണിനായിട്ട് ജീവിക്കാനുള്ള ഇതും എനിക്കിഷ്ടമില്ല. അത് എൻ്റെ മനസ്സിൽ ഓളുണ്ട് എന്നേക്കുമായി. ചെല്ല്. മുസ്തഫയുടെ കൈ പിടിച്ചുകൊണ്ട് അതാ ഷാമിൽ അങ്ങോട്ട് ചെല്ലുന്നു. നമുക്ക് വേറെ ടേബിളിലിരിക്കാം. അവിടെ ആ പെണ്ണ് ഒറ്റയ്ക്ക് ഇരിക്കല്ലേ? അത് വേണ്ട, പ്രശ്നമാവും. അത് പറ്റില്ല, നീ ഇങ്ങ് വന്നേ. എന്താടാ? എന്നാൽ മുസ്തഫയെയും കൊണ്ട് അവർ രണ്ടുപേരും, എന്ത് മുത്തക്ക പ്ലീസ് വരി. അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അതാ അവളുടെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു ചെയറിൽ അവൻ ഇരുന്നു, തല താഴ്ത്തിക്കൊണ്ട്.
എന്നാൽ റസിയയും ഒരാളെ കണ്ടപ്പോൾ അവൾ അവളുടെ മുഖമൊന്ന് മറച്ചിരുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നും പറയുന്നും മിണ്ടുന്നൊന്നുമില്ല. എന്നാൽ ഒരു നിമിഷം ശ്യാമൽ പറഞ്ഞു, അല്ലപ്പോ ഇതെന്താ കഥ? രണ്ടുപേരും തലക്ക് താഴ്ത്തി നിൽക്കുന്നത്? രണ്ടുപേരും നല്ല ദീനിയായ ആളുകളാണല്ലോ എന്ന് ശ്യാമൽ പറയുമ്പോൾ ഒരു നിമിഷം മുസ്തഫ, എന്താ ശ്യാമൽ, നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം തല ഉയർത്തി. പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് അവന്റെ ആ ദൃഷ്ടികൾ പതിഞ്ഞു. അത് തല താഴ്ത്തിയിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട റസിയ. ഒരു നിമിഷം അവൻ വിളിച്ചു, റസിയ. അവൾ അറിയാതെ അവളുടെ കണ്ണുകൾ ഉയർത്തി നോക്കി. അല്ലാ, മുത്തുക്ക, മുത്തുക്ക. അവൾ വികാര നിർഭയയായി. റസിയ, നീ എങ്ങനെ ഇവിടെ? അതെ, അവർ രണ്ടുപേരും ആ വിവാഹത്തിന്റെ ചോദിച്ച അന്ന് മുതൽ പിരിഞ്ഞു എന്നല്ലാതെ അവനിഷ്ടപ്പെട്ട് അവന് വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചതിന് ശേഷം അവർ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ അവനെ ഉപദ്രവിക്കുകയായിരുന്നല്ലോ, അവന്റെ കൈകാലുകൾ ഒടിച്ചിരണം, അതൊക്കെയായിരുന്നല്ലോ കൊട്ടേഷന്റെ ലക്ഷ്യം. ശരിക്കും അവൻ എഴുന്നേറ്റ് നിന്ന് പോയി. അതെ, അവളും. മുത്തുക്ക, മുത്തുക്ക, എൻ്റെ ഫാമിലി. റസിയ, നിന്റെ ഫാമിലി എവിടെ? നീ എങ്ങനെ ഇവിടെ? എന്നാൽ അവൾ കരയുകയായിരുന്നു. ഇല്ല മുത്തുക്ക, എനിക്ക് ഫാമിലി ഇല്ല, എനിക്കില്ല. അതെ, എന്നെ വിവാഹം കഴിച്ചിരുന്നു, അവിടെ നിന്നൊക്കെ ഞാൻ എന്നോ പോന്നു. കഴിയില്ല മുത്തുക്ക. സ്വത്തും സമ്പത്തും പ്രതാപവും നോക്കി കല്യാണം കഴിച്ചു. എൻ്റെ ഭർത്താവ് ഒരു മുഴുകുടിയനായിരുന്നു. അദ്ദേഹം എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും എനിക്ക് പോകാൻ കഴിയില്ല മുത്തുക്ക. അതെ, ഞാൻ അന്നേ അവിടുന്ന് പോന്നതാണ്. മുത്തുക്കക്ക് സുഖല്ലേ? മുത്തുക്കാൻ്റെ ഫാമിലിയുടെ നിങ്ങളെങ്കിലും സുഖമായിട്ട് ജീവിക്ക്. നിറകണ്ണുകളോടെ റസിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. എൻ്റെ പെണ്ണിനെ ആരും ഉപദ്രവിച്ചത്? വേണ്ട മുത്തുക്ക, എല്ലാം കഴിഞ്ഞു പോയില്ലേ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. മുത്തുക്ക, നിങ്ങളെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടോ. ഫാമിലിയോടൊപ്പം എനിക്ക് അവരെ ഒന്ന് കാണണം. അതെ, ആ പെണ്ണിൻ്റെ ഭാഗ്യമാണ് മുത്തുക്ക. മക്കള് ആയോ? റസിയ, നീ എന്തീ പറയുന്നത്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ. അത് ഇപ്പോഴും. എന്താ മുത്തുക്ക പറയുന്നത്? അവളെ ഒന്ന് കാണിച്ചു തന്നൂടെ എനിക്ക്, ആ ഭാഗ്യവതിയായ പെണ്ണിനെ? ആ ഭാഗ്യവതിയായ പെണ്ണ് അതെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നീയാണ്. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അപ്പോ മുത്തുക്കാൻ്റെ ഫാമിലി? ഇല്ലടി, നീ പോയതിനു ശേഷം എനിക്ക് കല്യാണം കളയാത്തൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് താല്പര്യമില്ലായിരുന്നു. എൻ്റെ മനസ്സിലുള്ള മുഖം അത് എൻ്റെ റസിയ മാത്രമായിരുന്നു. ഇതുവരെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഷാമിലിനോട് ചോദിച്ചോക്ക്. ഷാമിൽ, ഞാൻ കേൾക്കുന്നത് സത്യമാണോ? അതെ, സത്യമായിട്ടും. നിങ്ങൾ രണ്ടുപേരെയും ഒരുമിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒരുമിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കണ്ടുമുട്ടയില്ല, അതാണല്ലോ വലിയ ഭാഗ്യം. ഷാമിൽ, അപ്പോ? റസിയ പറഞ്ഞു. അതെ, അതിനു വേണ്ടിയിട്ടാണ് പാർക്കിലേക്ക് വിളിപ്പിച്ചത്. എന്നാൽ അവനും ഞെട്ടിപ്പോയി. എടാ, നീ ഇത്രയധികം വലിയ സർപ്രൈസ് തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടേ പറഞ്ഞോളൂ. ഷാമിൽ, എന്ത് പറയാൻ? ഇങ്ങനെ ഒരു അവസരം തന്നെ കാണാൻ അത് തന്നെ വലിയ ഭാഗ്യം. എന്നാൽ അവൾ സിംഗിളാണ്, അവനും സിംഗിളാണെന്ന് അറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് എന്തൊക്കെയായിപ്പോയി. റബ്ബേ, പഠിച്ച റബ്ബ് ഞങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചതാണോ ഇതെല്ലാം എന്ന് വിചാരിച്ചു പോയി. പക്ഷേ കുടുംബങ്ങളുടെ ആ ഒരു പ്രതികരണം, അവരുടെ ആ ഒരു വിയോജിപ്പ്, അതെല്ലാം അവരുടെ ജീവിതത്തെ നന്നായി ബാധിക്കുമെന്ന് ഷാമിലിനും അറിയാമായിരുന്നു. എന്നാൽ സന്തോഷത്തോടു കൂടെ അവരതാ ഭക്ഷണമെല്ലാം കഴിക്കുവാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്നു. കഴിക്കും നിങ്ങൾ, സങ്കടമൊക്കെ പിന്നാക്കാം. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ ഇതുവരെ ആറ്റുനോറ്റ് കാത്തിരുന്ന തൻ്റെ പെണ്ണ് റസിയതാ എൻ്റെ മുമ്പിൽ സിംഗിളായിട്ട്, ഭർത്താവും മക്കളൊന്നും ഇല്ലാതെ. എന്നാൽ നേരെ തിരിച്ചും. പഠിച്ചോനെ, ഞാൻ ഒരിക്കലും പണിക്കാർക്ക് പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞ ആ അവസ്ഥ ആലോചിക്കാൻ വയ്യ. എന്നാൽ ഇപ്പോഴത് അവൾ വീണ്ടും എൻ്റെ മുമ്പിൽ. അതെ, ഞാൻ പഠിച്ച റബ്ബിനോട് ഇതുവരെയും പ്രാർത്ഥിച്ചത് പഠിച്ചൊന്ന് തിരിച്ചെന്നാണോ? പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചത് എങ്ങനെയായിരുന്നു റബ്ബേ? അവള് ജീവിക്കുന്നിടം നീ സ്വർഗമാക്കി കൊടുക്ക്, അവളുടെ ഭർത്താവിന് നല്ല സ്നേഹം കൊടുക്ക്, നല്ല കുടുംബജീവിതം കൊടുക്ക്, എന്നെപ്പോലെ അനാഥനായി കഴിയേണ്ട അവസ്ഥ നീ വരുത്തില്ലല്ലോ, അവർക്ക് നീ സുഖമായ ജീവിതം കൊടുക്ക്. അതായിരുന്നു റബ്ബേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ എന്നും പ്രാർത്ഥിക്കും 5 നേരം.
എന്നാൽ ഇപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണോ അവൾ എൻ്റെ മുന്നിൽ? റസിയ, അവൻ വിളിച്ചു. റസിയ, ഞാൻ നിന്നോട് എന്ത് പറയണം എനിക്കറിയുന്നില്ല. പക്ഷേ പണക്കാരൻ്റെ കൂടെ ജീവിച്ച നിനക്ക് ഒരു പക്ഷേ ഞാൻ എൻ്റെ കൊച്ചു കുടിലിലേക്ക് നിന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, അതെ, വെറും കൂലിപ്പണിക്കാരനായ ഞാൻ നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ വരില്ല, എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയുന്നില്ല. നിനക്ക് തീരുമാനിക്കാം. പക്ഷേ നീ എപ്പോൾ വന്നാലും എങ്ങനെ വന്നാലും ഇതാ ഈ ഇടനെഞ്ചിൽ നിനക്ക് സ്ഥാനമുണ്ട്. അവൾ മാത്രമാണ്, നിന്റെ മുഖം മാത്രമാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ അതെ, വളരെയധികം സുന്ദരിയായിരുന്ന റസിയ ഇപ്പോഴിതാ കണ്ണുകളെല്ലാം കുഴിഞ്ഞ രീതിയിൽ, കൈകാലുകളെല്ലാം ആകെ മെലിഞ്ഞുണങ്ങിയ രീതിയിൽ, ശരിക്കും മുഖത്തെ ആ ഒരു എല്ലുകൾ വരെ തെളിഞ്ഞു കാണുന്ന രീതിയിൽ. എത്ര സുന്ദരിയായിരുന്നു എൻ്റെ റസിയ, നിനക്കിതെന്ത് പറ്റി? എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് എൻ്റെ ജീവിതം, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന്. ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു. അതെ, വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ നിന്ന് നേടിയാണ് ഞാനിതെല്ലാം. റസിയ, നിന്റെ കവിളാകെ ഒട്ടിയല്ലോ, നിന്റെ കണ്ണുകളാകെ കുഴിഞ്ഞല്ലോ, നിന്റെ മുഖത്തെ എല്ലുകൾ പൊങ്ങി നിൽക്കുന്ന പോലെ നീ എത്രമാത്രം സുന്ദരിയായിരുന്നു. ഇതെല്ലാം നിനക്ക് എന്ത് ചെയ്യാൻ? എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്ക് പ്രതിഫലമായി കിട്ടിയതാണ് ഇതെല്ലാം. പിന്നെ സമാധാനം ഉണ്ടായിട്ടില്ലല്ലോ. എൻ്റെ ജീവിതം അങ്ങനെ, ഞാനങ്ങനെ ഓരോ ദിവസം കഴിയുന്നോറും പഠിച്ചവനെ എൻ്റെ മരണത്തെ കാത്ത് ഞാൻ കഴിയുന്നവളാണ്. റസിയ, ഒരിക്കലും നിന്നെ ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഒരാളുടെ കൈകളും നിന്റെ മേൽ പതിയാനും പാടില്ല. ഇനി ശരിക്കും അവനിലെ ആൺ ഉയർന്നു. റസിയുടെ ആ രൂപവും ഭാവവുമെല്ലാം കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം പിടച്ചുപോയി. എന്തു നല്ല മോളായിരുന്നു. അതെ, എന്തൊരു തുടുപ്പായിരുന്നു ആ മുഖം. അതെ, തക്കാളി പോലുള്ളൊരു മോള്. ഇപ്പോഴിതാ കവിളുകളെല്ലാം ഒട്ടി, കണ്ണെല്ലാം കുഴിഞ്ഞ്, കാണാൻ തന്നെ കഴിയുന്നില്ല. അവളുടെ കൈവിരലുകളിലേക്ക് നോക്കി. പഠിച്ചോനെ, എന്താ ഇത്? ഇതൊക്കെ എന്ത് സോഫ്റ്റായ മനോഹരമായ വിരലുകളായിരുന്നു ഇതെല്ലാം. അതെ, എനിക്കവിടെ കണക്കിലേറെ ജോലിഭാരം, കാര്യങ്ങൾ എല്ലാം അവർ തന്നിരുന്നു. അതെല്ലാം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. പക്ഷേ രാത്രി വരുമ്പോൾ മദ്യപിച്ച് വരുന്ന ഭർത്താവ് ഓരോ വേണ്ടാത്ത രീതിയിലുള്ള കാര്യത്തിന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ ആകെ തളർന്നു പോയിരുന്നു. സത്യമായിട്ടും ഭർത്താവിൻ്റെ കൂടെ മറ്റൊരുത്തനെയും കൂട്ടി വന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അത് സ്വന്തം ഭാര്യയെ മറ്റൊരുത്തിന് വേണ്ടി കാഴ്ചവെക്കുന്ന നീചനായ ഭർത്താവ് ടൂർ പോകുകയാണെന്ന് പറഞ്ഞ് ഒരിക്കൽ എന്നെ കൊണ്ടുപോയിരുന്നു. എന്നാൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനും കൂടെ. ഞാൻ ചോദിച്ചു, നമ്മുടെ കൂടെ എന്തിനാണ് ഇയാൾ? അതൊക്കെയുണ്ട്, എൻ്റെ ഇഷ്ടങ്ങൾ അവൻ്റെയും ഇഷ്ടങ്ങളാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് അയാളുടെ റൂമിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയായിരുന്നു. പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു. പടച്ച റബ്ബിനെ വിളിച്ച് കരഞ്ഞ് അവനെ ഉപദ്രവിച്ച് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ രോമത്തിൽ പോലും തൊടാൻ സമ്മതിച്ചില്ല. അവൻ പിടിച്ചു വലിച്ച് നോക്കി, പക്ഷേ ഇല്ല, ഞാൻ കുതിറി ഓടി. എന്നാൽ എൻ്റെ കൈകളിലുണ്ടായിരുന്ന ആ ഒരു ആയുധമെടുത്തിട്ട് അവൻ്റെ കയ്യിന് ഞാൻ മുറിവേൽപ്പിച്ചു. അതുകൂടി അവൻ പിടുത്തം വിട്ടു. അവിടെ നിന്ന് കിട്ടിയ ഒരു ചെറിയൊരു കത്തി കൊണ്ട് അത്രക്കും ഉപദ്രവം ഞാൻ ചെയ്തു. എന്നാൽ അയാൾ പേടിച്ച് പിടിവിട്ടപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ പൊതിരെ തല്ലി ചതച്ചു. പട്ടിണിക്കിട്ടു ദിവസങ്ങളോളം, വെള്ളം പോലും തരാതെ അത്രയധികം ബുദ്ധിമുട്ടാക്കി. എടി, എൻ്റെ കൂട്ടുകാരൻ എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ അവൻക്കും കൊടുക്കും, അത് നീ അവൻക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ നീചമായ തീരുമാനമായിരുന്നു അവൻ്റേത്. അല്ലാ, കഴിഞ്ഞില്ല, ഞാൻ രക്ഷപ്പെടേണ്ടി വന്നു. എനിക്ക് വീട്ടിലെത്തിയപ്പോഴും ഉപദ്രവമാണ്. ഉപദ്രവം എന്ന് വെച്ചാൽ എൻ്റെ എളാമുണ്ട്. ആ എളാം എന്നോട് പറഞ്ഞു ആ പെണ്ണുങ്ങളെ ക്ഷമിച്ച് നിൽക്കണമെന്ന്. എൻ്റെ മുത്തുക്ക, ഈ കാര്യത്തിനൊക്കെ പെണ്ണുങ്ങൾ ക്ഷമിച്ച് നിൽക്കണോ? നിങ്ങൾ പറയും മുത്തുക, ഇതൊക്കെ ഒരു പെണ്ണ് അനുഭവിക്കണമെന്നാണോ പറയുന്നത്? എന്നാൽ അതെല്ലാം കേട്ടുകൊണ്ട് അവൻ്റെ കണ്ണിൽ നിന്ന് ശക്തമായ തീപ്പൊരിയാണ് വന്നത്. റസിയ, അതെ, ഇനി ഒരിക്കൽ പോലും എൻ്റെ പെണ്ണിനെ ആരെയും തൊടാൻ ഞാൻ സമ്മതിക്കില്ല.
ഞാൻ നിന്നെ സംരക്ഷിച്ചിരിക്കും. അതെ, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും വലിയ വലിയ പാറക്കല്ലുകൾ പൊന്തിച്ചിട്ടാണെങ്കിലും എൻ്റെ തഴമ്പുള്ള ഈ ഒരു കൈകൾ കൊണ്ട് നിന്നെ രക്ഷിച്ചിരിക്കും. ഒരു കുട്ടി പോലും നിന്നെ തൊടുന്ന എനിക്ക് ഇഷ്ടമല്ല. അതെ, അങ്ങനെയുള്ള ഒരു ധൈര്യത്തിൽ വരട്ടെ. ശരിക്കും അവൻ്റെ ആ ആൺ ഉണർന്നു കഴിഞ്ഞു. ഷാമിലിന് അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഷാമിൽ, എനിക്ക് ഇവളെ വേണം. ഇവളെ ഇനി ഒരു കുട്ടിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. അത് എങ്ങനെയൊക്കെ തന്നെയായാലും. ശരിക്കും അവൻ്റെ ആ ഒരു വാക്കുകൾക്ക് വളരെയധികം ശബ്ദമുള്ളതായി തോന്നി. ഷാമിലിന് സന്തോഷമായി. എന്നാൽ ഒരു നിമിഷം റസിയ അവൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. എൻ്റെ മുത്തുക്ക, വേണ്ട, ഞാൻ ജീവിച്ചോളാം ഒറ്റക്ക് തന്നെ. ഇനി അങ്ങയുടെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ശരീരമാകെ വികൃതമായി അത്യധികം പ്രയാസപ്പെടുന്ന രീതിയിൽ എൻ്റെ ജീവിതം നയിച്ചത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ല, അങ്ങേക്ക് ഇതിനേക്കാൾ നല്ല പെൺകുട്ടികളെ പടച്ചിറപ്പ് തരട്ടെ. റസിയ, വേണ്ട. നിന്റെ ശരീരം മാത്രമല്ല, നിന്റെ മനസ്സാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് എൻ്റെ വേദന കൊണ്ട് പറഞ്ഞെന്ന് മാത്രം. നിന്റെ മനസ്സുണ്ടല്ലോ, അത് മതി എനിക്ക്. ഇക്ക, അതൊന്നും വേണ്ട. ഇനി ഞാൻ മരണത്തെ കാത്തു കഴിയുന്നവളാണ്. ഒരിക്കൽ പോലും ഞാൻ ഇനി വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. എൻ്റെ റസിയ, നീ അങ്ങനെ വിചാരിക്കും. പക്ഷെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നത്. നീ വരില്ലെന്നറിയാം. എന്നാലും എനിക്ക് തോന്നുന്ന ഓളുണ്ടല്ലോ എൻ്റെ മനസ്സിൽ. ആ ഒരു തോന്നൽ കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചു പോകാണ്. റസിയ, നിനക്ക് എന്താ എൻ്റെ കൂടെ വരാൻ ഇഷ്ടല്ലേ? ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും അവൾ വിതുമ്പിപ്പോയി. ഇക്ക, എൻ്റെ രൂപം കോലം കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഷാമിൽ അതെല്ലാം കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഷാമിലിൻ്റെ മനസ്സിൽ പുതിയ ചിന്തകൾ അവരെ ഒരുമിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ വീട്ടുകാരൊരിക്കലും സമ്മതിക്കില്ല. അതിന് ഇനി ഒരു പോൺ വഴി കണ്ടെത്തണം, അതാണ് വേണ്ടത്. എന്നാൽ പെട്ടെന്ന് അതാ റസിയുടെ ഉമ്മ അങ്ങോട്ട് വരുന്നു. അവരുടെ ഏതോ കൂട്ടുകാരിയെ കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്നാൽ അവനോട് പറഞ്ഞു, അതെ, ഉമ്മ വരുന്നുണ്ട്, ഒന്ന് മാറിയേക്ക്, അല്ലെങ്കിൽ നേരെ എളാമ്മയെ വിളിച്ച് പറഞ്ഞ് എളാമ്മ ആളെ ഇറക്കും. എന്നാൽ അവളുടെ അഭ്യർത്ഥന മാനിച്ച് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നു. പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു. ആ മോനെ ഷാമിൽ, ഓ ഞാൻ പറയായിരുന്നു ഓൻ പെണ്ണ് കാണാൻ നിന്നെ പാർക്കിലേക്ക് വരാൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഷാമിൽ എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ആ ഉമ്മ, ഞങ്ങൾ സംസാരിക്കായിരുന്നു. അതായത് ഞാൻ ഒരു കാര്യം അവളോട് പറഞ്ഞു. അവൾക്ക് ഇഷ്ടം എന്തെങ്കിലുമൊക്കെ ജോലി കൂടെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അവൾ വീട്ടിലിങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഇഷ്ടമല്ല. അവൾക്ക് എന്തെങ്കിലും അറബി വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ജോലി കൂടി അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഏതായാലും ഞാനും ഗൾഫിലേക്ക് പോവാണ്. അതുപോലെ തന്നെ അവൾക്ക് അവിടെ അറബി വീട്ടിലൊരു ജോലിയൊക്കെ ശരിയാക്കി. മോനെ, സത്യമാണോ? എൻ്റെ മോൾക്കോ ഗൾഫിൽ ജോലിയോ? അതെ, എൻ്റെ അറബി എന്ന് വെച്ചാൽ എൻ്റെ അറബിച്ചി അതൊരു പാവമാണ്. അവർക്ക് ഒരു ഹെൽപ്പിന് വേണ്ടി ഒരു ഗദ്ദാമ എന്നുള്ള രീതിയിൽ എന്താ അവളെ കൊണ്ടുപോയിക്കൂടെ? എനിക്ക് ഏതായാലും അവിടെ ജോലിയാണല്ലോ. അത് കേട്ടപ്പോൾ ആ ഉമ്മ വളരെയധികം സന്തോഷിച്ചു. ആയിക്കോട്ടെ മോനെ, സന്തോഷമേ ഉള്ളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, എന്നാൽ പെട്ടെന്ന് തന്നെ അത് ആക്കിക്കോളി. അല്ലാതെ എൻ്റെ ഉപ്പാനെ നോക്കാനൊന്നും വിടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതൊക്കെ എൻ്റെ എളാമാൻ്റെ ബുദ്ധിയാണ്. അതൊന്നും ഈ നോക്കണ്ട, ഓളെ കാര്യം നോക്കണ്ട. ഓളെ എങ്ങനെയെങ്കിലും ഈ ഒന്ന് കര കയറ്റി വിടും മോനെ. ഉമ്മ, അത് അവള് വിവാഹത്തിനൊന്നും വലിയ രീതിയിൽ ആഗ്രഹമൊന്നും. മോനെ, വിവാഹം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, ക്യാഷ് കിട്ടുമല്ലോ, എന്നാലും അത് മതിയല്ലേ മോനെ. കഷ്ടപ്പാടാണ് മോനെ. എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഈ ആക്കി കൊടുക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. സന്തോഷത്തോടെ ആ ഉമ്മ അത് പറയുന്നു. എന്നാൽ ഷാമിലിൻ്റെ മനസ്സിൽ ചെറിയൊരു ലഡ് പൊട്ടി. അത് എങ്ങനെയെങ്കിലും മുത്തുക്കയെ കൊണ്ടുപോകണം, മുത്തുക്കയെ ഗൾഫിലേക്ക് കൊണ്ടുപോകണം. അവർ ജീവിക്കാൻ സമ്മതിക്കാത്തത് ഇവിടെയല്ലേ? ഇവിടെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും അവർ എന്തൊക്കെ തന്നെയും ആളിറക്കിയിട്ടും അതെ അവരെ ഉപദ്രവിച്ചിട്ടും കൊല്ലാക്കൊല ചെയ്തിട്ടും അങ്ങനെ ഇടങ്ങാറാക്കും. അതുകൊണ്ട് തന്നെ അവർ ഗൾഫിലേക്ക്, അതെ, അറബിയുമ്മയുടെ അടുത്തേക്കും എൻ്റെ ഉമ്മുൽ ഖൈർ ഉമ്മയുടെ അടുത്തേക്കും ഒക്കെ കൊണ്ടുപോയാൽ തീർച്ചയായും അവർ സ്വീകരിക്കും ഇവരെ. അതുമാത്രമല്ല, പിന്നെ എനിക്ക് പറയാനുള്ളത് മുത്തുക്കാക്ക് നല്ലൊരു ജോലി അവിടെ സെറ്റാക്കുക, അതിൻ്റെ കാര്യം കൂടി ഒന്ന് സംസാരിക്കണം. പക്ഷേ മുത്തുക്കയുടെ ഉമ്മ അവരൊറ്റക്കായി പോകൂലേ എന്നുള്ള ഭയമാണ്. എന്തൊക്കെ തന്നെയായാലും നോക്കട്ടെ, ഇൻഷാ അല്ലാ. എൻ്റെ എളാമ അതൊരിക്കലും
നോക്കൂല എൻ്റെ ഉപ്പയെ. എന്തൊക്കെ തന്നെ ഇൻഷാ അല്ലാ, അള്ളാഹുവേ നീ എന്തെങ്കിലും ഒരു വിധി, നീ നല്ലൊരു രീതിയിലുള്ളൊരു തോന്നൽ എനിക്ക് നീ കൊണ്ടല്ലാ റഹ്മാനെ, എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുപോകണം. ഉമ്മ സമ്മതിച്ചല്ലോ, തൽക്കാലം എളാമത് അറിയണ്ട, അതായിരിക്കും നല്ലത്. അങ്ങനെ അതാ റസിയും ഉമ്മയും യാത്രയായി അവരുടെ വീട്ടിലേക്ക്. എന്നാൽ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മുത്തുക്ക തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, അവൻ ഓർത്തു പഴയ കാലം, തൻ്റെ ആ വീട്ടിലേക്ക് വിവാഹം അന്വേഷിക്കാൻ ചെന്നതും ചീത്ത പറഞ്ഞ് ആട്ടിയതും ഇവരല്ലായിരുന്നു, ഇവരുടെ അനിയത്തി. ഓ, അവരായിരുന്നു വലിയ സാധനം. ഷാമിലിൻ്റെ പ്ലാൻ വിജയിക്കുമോ? അത് റസിയെ ഗൾഫിലേക്ക് ഗദ്ദാമയായിട്ട് കൊണ്ടുപോകാൻ ഷാമിലിന് കഴിയുമോ? ഉമ്മാക്ക് സമ്മതമാണ്. എന്നാൽ മുത്തുക്കയെയും അവളെയും ഒരുമിപ്പിക്കണം, അവരുടെ ജീവിതാഭിലാഷം പൂർത്തിയാക്കണം എന്നതിലായിരുന്നു അവൻ്റെ ചിന്തകൾ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതിന് എളാമ സമ്മതിക്കുമോ? നമുക്ക് നോക്കാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.